എന്തായാലും ശബരിമലയിൽ ഒരു തീരുമാനമാകാൻ പോകുകയാണ്. കുറ്റപത്രം വരാൻ പോവുകയാണ്. ഇനി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അറിയാം പ്രതികൾ ആരൊക്കെയാകും, ആരൊക്കെ ഒഴിവാക്കപ്പെടുമെന്ന്. ശബരിമല സ്വർണ്ണക്കേസിൽ അങ്ങനെ വീണ്ടും ഇടതു നേതാക്കളുടെ ചങ്കിടിപ്പ് ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന ഒരു ഇടവേള അവർക്ക് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷേ വോട്ടെല്ലാം പെട്ടിയിലായതോടെ വീണ്ടും SIT പ്രവർത്തനം തുടങ്ങി. എത്ര കണ്ട് തെളിവുകൾ ചവിട്ടിത്താഴ്ത്തി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ചിലതൊക്കെ പൊങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുന്ന SITക്ക് വെറുതെ നോക്കിയിരിക്കാനാകാത്ത അവസ്ഥയാണിപ്പോൾ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്നും എടുത്തു കൊടുത്തതിന് കാർമ്മികത്വം വഹിച്ചത് ആരാണെന്ന് കൂടി കണ്ടെത്തണം. കുറ്റപത്രം സമർപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്ടൊക്കെ ഉടനെ തന്നെ നടക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ ഇതാ വീണ്ടും മൂന്നാം തവണയും ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഒപ്പം അന്നത്തെ ബോർഡ് അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. 2025 കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ കാര്യങ്ങളിൽ എങ്ങനെ കൊണ്ടുപോയി, ആരൊക്കെ ചേർന്ന് കൊണ്ടുപോയി എന്നതിൽ ഒരു വ്യക്തത വീണ്ടും വരുത്തുന്നതിനാണ് ഈ മുൻ പ്രസിഡന്റിന്റെ ചോദ്യം ചെയ്യൽ. ഇത് മൂന്നാം തവണയാണ് നേരത്തെ പറഞ്ഞതുപോലെ SIT പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണപ്പാളി കേസിലും ദ്വാരപാല കേസിലും പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു നേരത്തെ. വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ അതൊന്നുകൂടി പരിശോധിക്കുന്നതിനാണ് ബോർഡ് അംഗം അജികുമാറിനെ വീണ്ടും ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അജികുമാർ തനിക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്തിയില്ല എന്നാണ് ഇതുവരെ നൽകിയ മൊഴി. പക്ഷേ കോടതിയുടെ അനുമതി ഇല്ലാതെ, ശ്രദ്ധിക്കണം, കോടതിയിൽ അനുമതി വാങ്ങാതെ സ്വർണ്ണപ്പാളി ശില്പം കൊണ്ടുപോയതിൽ അത് പ്രസിഡന്റ് പങ്കുണ്ടോ, അസ്വാഭാവികത എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. കുറ്റപത്രം ഏതാണ്ടൊക്കെ റെഡിയാകുകയാണ്. അപ്പോൾ കുറ്റപത്രം പൂർണ്ണമായും തയ്യാറാക്കണമെങ്കിൽ ഈ തെളിവുകളും കൂട്ടിമുട്ടിക്കണം. പ്രസിഡന്റും അംഗങ്ങളും അറിയാതെ ഒരു പട്ടിക കഷ്ണം പോലും സന്നിധാനത്ത് നിന്നും മല ഇറങ്ങില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. അതൊരു ഉറപ്പ് തന്നെയാണ്. അടുത്തിടെയാണ് അതൊരു ഉറപ്പ് തന്നെയാണെന്ന് SITക്കും കാര്യം വ്യക്തമായി മനസ്സിലായത്. ഇതോടെയാണ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം അജികുമാറിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചതും. വീണ്ടും വിളിച്ചാൽ എത്തണം എന്നൊരു നിർദ്ദേശം കൂടി ഇരുവർക്കും നൽകിയിട്ടുണ്ട്. നേരത്തെ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുൻപായി SIT സന്നിധാനത്ത് നിന്നും വേണ്ട തെളിവുകൾ ശേഖരിച്ചിരുന്നു. സന്നിധാനത്ത് നിന്നും സ്വർണ്ണപ്പാളികൾ ശിലകൾ ഇളക്കിയ ശേഷം സ്റ്റാഫ് ഗേറ്റിലൂടെയാണ് താഴേക്ക് എത്തിച്ചത്. ഇടുങ്ങിയ വഴിയുടെ വീതിയും അളവുകളും അടക്കം ശാസ്ത്രീയമായി കുറ്റപത്രത്തിൽ പ്രധാനമാണ്. അത് SIT രേഖപ്പെടുത്തി കഴിഞ്ഞു. 2019 അന്ന് ശ്രീകോവിലിൽ നിന്നും അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പം ആ പാളികൾ പമ്പയിലെത്തിച്ചത് ദേവസ്വം ബോർഡിൻ്റെ ട്രാക്ടറിലായിരുന്നു. പമ്പ മരാമത്ത് വിഭാഗത്തിൻ്റെ ചുമതലയിലുള്ള ട്രാക്ടർ സന്നിധാനത്തേക്ക് വരുത്തി അതിലാണ് പക്കൽ സമയം പട്ടാപ്പകൽ ഈ പാളികൾ പമ്പിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും ഏത് വാഹനത്തിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് മൊഴികൾ രേഖപ്പെടുത്തിയത്. അന്ന് സന്നിധാനത്തും പമ്പയിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാക്ടർ ഡ്രൈവർമാരുടെ മൊഴിയെല്ലാം SIT രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ പഴുതടച്ച ഒരു കുറ്റപത്രമാണ് വരുന്നത് എന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. പക്ഷേ ഏതൊരു കാര്യത്തിൽ ഇതും പോലെ സംസ്ഥാനത്തൊരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ കുറ്റപത്രത്തിലും ഇടപെടലുകൾ ഉണ്ടാകാം. വരുന്നത് UDF സർക്കാരാണെങ്കിൽ ഒരുവിധം സുതാര്യമായ, സത്യസന്ധമായ, നിഷ്പക്ഷമായ ഒരു കുറ്റപത്രം തന്നെയാകും സമർപ്പിക്കുക. പക്ഷേ UDFിനുള്ളിൽ LDFും UDFും തമ്മിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതിനകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും ദുരൂഹമായ കാര്യം. കാരണം ഒരു വിഷയം വരുമ്പോൾ അങ്ങനെയാണ്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നാണ് ഇത്രയും കാലമായി കേരളം രൂപീകരിച്ച അന്ന് മുതൽ ഇതുവരെ LDFും UDFും തമ്മിലെടുത്തിരിക്കുന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ പാലം വലുതായിരിക്കും. ഈ ഇടുന്ന പാലത്തിലൂടെ 5 കൊല്ലം LDFും അങ്ങോട്ട് പോകും, 5 കൊല്ലം UDFും ഇങ്ങോട്ട് വരും. ഇത്തവണ അത് പക്ഷേ 5 ടേമായി പിണറായി സർക്കാർ 2 ടേമുകളിലായി ഈ പാലം കടന്നുകൊണ്ടേയിരുന്നു എന്ന് മാത്രം. അതായത് അടുത്ത തവണ വരാൻ പോകുന്നത് UDF ആണെങ്കിൽ തുടക്കത്തിൽ UDF പറഞ്ഞിരുന്നു തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ ഒന്നടങ്കം അടപടലം പൊട്ടിക്കുമെന്ന്. പക്ഷേ പിന്നീടത് അയഞ്ഞ് മറ്റു വിഷയങ്ങളിലേക്ക് ചാടിപ്പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ UDFിൻ്റെ പല സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിലും പാരഡി ഗാനമായിരുന്നു. പൊറ്റിയെ കയറ്റിയത് അരപ്പ എന്ന ആ പാരഡി. പക്ഷേ അതിനുശേഷം സ്വർണ്ണക്കൊള്ളയുടെ
പ്രാധാന്യം നഷ്ടപ്പെട്ടുവോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തെ ആരും, എന്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും ഈ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അധികമൊന്നും സംസാരിച്ച് കണ്ടില്ല, അധികം ഉറപ്പുകളൊന്നും ആവർത്തിച്ച് കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്. ആ സംശയം ഇപ്പോഴും ഓരോ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ ഇപ്പോഴും തുടരുകയാണ്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പ്രതികൾ എത്ര, കുറ്റവിമുക്തപ്പെടുന്നവർ എത്ര, അതായിരിക്കും UDF സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ഭക്തർ അളക്കുന്ന അളവുകോൽ. എന്തായാലും കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കളവ് പോയതല്ല, അവിടെ നിന്നും ഇളക്കിയെടുത്ത് കൊണ്ടുപോയി വിറ്റതാണെന്നത്. ആരൊക്കെ ചേർന്നാണ് ആ കച്ചവടം നടത്തിയത്, ആ സ്വർണത്തിൽ എത്ര വീണ്ടെടുക്കാനായി എന്നൊക്കെ ഇനിയും കാത്തിരിക്കണം. സ്വർണം ഏതായാലും ഇവിടുന്ന് കട്ടുകൊണ്ടുപോയ സ്വർണം വീണ്ടെടുക്കാൻ ഇതുവരെ ആയിട്ടില്ല. പല കൈമറിഞ്ഞ് വിറ്റഴിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മൊഴികളെല്ലാം വച്ച് നോക്കി. അതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വരെ 3 തവണ ഇപ്പോൾ SIT ചോദ്യം ചെയ്തു. ഓരോ തവണയും ഓരോരുത്തരും, ഓരോ പ്രതികളും മൊഴി മാറ്റി പറയുന്നു. എല്ലാ പ്രതികളും ഇതാ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി വേണ്ടത് ശബരിമലയിൽ ഒരു കുറ്റപത്രമാണ്. കുറ്റപത്രം വരുമ്പോൾ നമുക്കറിയാം ആ കുറ്റപത്രത്തിൽ ആരൊക്കെയാകും പ്രതികൾ എന്നത് ഇനി കാത്തിരുന്ന് കാണണം. എന്തായാലും ഭരണം UDF-നായാലും LDF-നായാലും കുറ്റപത്രത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആരനുവദിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം.